അപ്പോൾ ആലപ്പുഴയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല ആലപ്പുഴയുടെ ബോർഡറിൽ VSന്റെ മൃതദേഹവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയുടെ ഭാഗമായിട്ട് ആ വാഹനം എത്തുമ്പോൾ ആ വാഹനത്തെ സ്വീകരിക്കാൻ രമേശ് ചെന്നിത്തല കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും അതൊരു കേരളത്തിന് നൽകുന്ന ഒരു നല്ല സന്ദേശമാണ്. കാരണം ആശയപരമായി വിയോജിക്കാം, പക്ഷേ വ്യക്തിപരമായി ആ ഒരു സ്നേഹം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കെ കരുണാകരനും EK നായനാരും തമ്മിലുള്ള ഒരു സൗഹൃദം വളരെ വലിയ ചർച്ചയായ സൗഹൃദങ്ങളിലൊന്നാണ്. ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ദിവസം വരുന്ന ദിവസം ഇവരുടെ വീഡിയോകൾ ഇപ്പോഴും വാട്സാപ്പ് സ്റ്റാറ്റസുകളായിട്ട് വരാറുണ്ട്. അതെ അതെ അതെ. ഒരുപക്ഷെ ഈ പിണറായി വിജയനൊക്കെ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഭയങ്കരമായ രീതിയിലുള്ളൊരു വിദ്വേഷം അത് വ്യക്തിപരമായും നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിനുശേഷമാണ്. VSന്റെ കാലം വരെ ഒരുപക്ഷെ അവസാന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് തന്നെ അദ്ദേഹത്തെ പറയുന്നത് അതുകൊണ്ടാവണം. കാരണം ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല മണിക്കൂറുകളോളം വന്ന് കാത്തു നിൽക്കുന്നു, അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിയും. അതായത് രമേശ് ചെന്നിത്തലയോട് മറ്റ് സ്വകാര്യ ചാനലുകൾ ബൈറ്റ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്: എൻ്റെ മണ്ഡലത്തെത്തുമ്പോൾ ഞാൻ നിൽക്കണ്ടേ, അതുമാത്രമല്ല അദ്ദേഹം ആയിട്ട് എനിക്ക് നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഇത്തരം ചില മാതൃകകളിൽ കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.